ടിപ്സ് ആൻഡ് റെസിപ്പീസിലേക്ക് തിരിച്ചെത്താം. സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് മഴക്കാലത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട് പുറത്ത് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഈ മേക്കപ്പ് എപ്പോഴാണ് നമ്മുടെ അടുത്ത് നിന്ന് പൊളിഞ്ഞു പോവോ, ഇളകി പോവോ, പരന്നു പോവോ എന്ന് പറയാൻ പറ്റില്ല. കാരണം വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ വേണം അല്ലേ? അത്യാവശ്യം വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ വാങ്ങണമെങ്കിൽ അത് എങ്ങനെയൊക്കെ വാങ്ങാം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് നമ്മുടെ കൂടെ ഒരാൾ ചേരുന്നുണ്ട്. ബ്യൂട്ടിസോൺ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ കലൂരിലെ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ദീപ്തിയാണ് നമ്മളോടൊപ്പം ചേരാനായിട്ട് പോകുന്നത്. ഹലോ, നമസ്കാരം. നമസ്തേ. അപ്പോൾ മഴക്കാലമാണ്, ലേഡീസിനാകുമ്പോൾ അത്യാവശ്യം കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ മഴക്കാലം വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഐ ഷാഡോ മുതൽ ഐലൈനർ മുതൽ എല്ലാം അങ്ങ് ഒഴുകി പരന്നു തുടങ്ങും, കുറച്ച് വെള്ളം അങ്ങ് മഴവെള്ളം. അതെ, അപ്പൊ എന്ത് ചെയ്യും ഞങ്ങൾ? അതെ, മഴക്കാലം വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും മൺസൂൺ ശരിക്കും ഒരു വെല്ലുവിളി ഉയർത്തുന്ന സമയമാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ്, ചൊറിച്ചില്, ഇതൊന്നും കൂടാതെ നന്നായിട്ട് ഫാറ്റ്, അതായത് കൊഴുപ്പടിയുന്ന സമയം കൂടിയാണ് ഈ മൺസൂൺ. അപ്പൊ ശരിക്കും മിനിമം മേക്കപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ണ്, ചുണ്ട് അത് രണ്ടും ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് വളരെ കുറയ്ക്കുക. അപ്പം കണ്ണിലും ചുണ്ടിലും ഒക്കെ നമുക്ക് ഐ ഷാഡോസ്, ഐലൈനർ അതൊക്കെ വാട്ടർ പ്രൂഫ് ആയിട്ട് നോക്കിയെടുക്കാം. ലിപ്സ്റ്റിക് എടുക്കുമ്പോൾ മാറ്റ് ലിപ്സ്റ്റിക് എടുക്കാൻ ശ്രദ്ധിക്കുക. പോവില്ല. അതെ, അതാകുമ്പോഴത്തേക്ക് പോകില്ല. പിന്നെ ഇതിനൊക്കെ പുറമെ എന്ന് പറഞ്ഞാൽ ആരോഗ്യവും തിളക്കമുള്ള സ്കിന്നിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ക്ലെൻസിങ്ങും എക്സ്ഫോളിയേറ്റിങ്ങും തന്നെയാണ്. അത് ഈ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ദിവസവും. അതായത് CTM. അതെ അതെ, ക്ലെൻസിങ്, ടോണിങ്, മോയിസ്ചറൈസിങ്. എന്തായാലും ദീപ്തി ചേച്ചി അത് പഠിപ്പിച്ചത്. പിന്നെ ഞാൻ രാവിലെയും വൈകിട്ടും CTM ചെയ്യുന്നുണ്ട്, ക്ലെൻസിങ്ങും ടോണിങ്ങും മോയിസ്ചറൈസിങ്ങും. ഈ മൺസൂൺ സമയത്ത് ഇത് അത്യാവശ്യമാണ്. ഇപ്പം നമ്മള് സോപ്പ് രഹിത ക്ലെൻസർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ 2-3 പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടോണർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ ആണെങ്കിൽ അധികം കട്ടിയുള്ളത് അല്ലെങ്കിൽ ഓയിലി ഉള്ളത് ഉപയോഗിക്കാതെ ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസർ തിരഞ്ഞെടുക്കുക. അത് നമ്മുടെ സ്കിന്നിന്റെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. ഒപ്പം തന്നെ ആ ഹ്യൂമിഡിറ്റി ഒന്ന് തട്ടുകയും ചെയ്യും. പിന്നെ നമ്മള് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ആണ്. ഇത്തിരിയെങ്കിലും ഫൗണ്ടേഷൻ ഇടാതെ ഇന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉപയോഗിക്കുക. കാരണം നമ്മുടെ സ്കിന്നിന് ശ്വസിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ലൈറ്റ് വെയിറ്റ് എടുക്കുമ്പോഴത്തേക്ക് കിട്ടും. അതെങ്ങനെ നമ്മളത് സെലക്ട് ചെയ്യുക? ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആണോ എന്ന് അറിയാൻ എങ്ങനെയാ? ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രേറ്റിംഗ്, അതില് വാട്ടർ ബേസ്ഡ് ആയിരിക്കും. നമ്മൾ അത് എപ്പോഴും ശരിക്കും ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ പ്രോഡക്റ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോ ആ പുട്ടി എഫക്ട് ഉണ്ടാവത്തില്ല, ലൈറ്റ് ആയിരിക്കും. ഈ ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ കുറച്ച് വില കൂടുതലിലേക്ക് പോവില്ലേ? ഇത്തിരി വില കൂടുതലായിരിക്കും എങ്കിലും നമ്മുടെ സ്കിന്നില് നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക. കാരണം നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ നോക്കുമ്പം ശരിക്കും നമ്മുടെ ഒരു ഹൈജീനും നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ ഗുണവുമാണ് നമ്മുടെ സ്കിന്നിൽ ഹെൽത്തി ആക്കിയിരുന്നത്. അപ്പൊ ഒരിക്കലും അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ നമ്മളിപ്പോ മഴയല്ലേ, ആവശ്യമില്ലെന്ന് വിചാരിക്കരുത്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മേക്കപ്പ് ഇടുമ്പം പൗഡർ, സെറ്റിംഗ് സ്പ്രേ അതൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ മേക്കപ്പ് കുറച്ചു നേരം കൂടി ലാസ്റ്റ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഹൈ ഹ്യൂമിഡിറ്റിയെ ഇത് ഒന്ന് തടയുകയും ചെയ്യും. ഈ മേക്കപ്പ് പെട്ടെന്ന് ഡൾ ആവത്തില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾ മഴക്കാലത്ത് മേക്കപ്പ് ഇടുവാണെങ്കിൽ നോക്കേണ്ട കാര്യം. ഇനി അധികം മേക്കപ്പ് ഒന്നും വേണ്ട എന്ന് വെക്കുന്നവരുണ്ടല്ലോ, അവരാകുമ്പോൾ അത്യാവശ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന CTM ചെയ്തിട്ട്, അതായത് ക്ലെൻസിങ്ങും ടോണിങ്ങും മോയിസ്ചറൈസിങ്ങും ചെയ്തിട്ട് അത്യാവശ്യം എന്തൊക്കെ ചെയ്യണം? അങ്ങനെയുള്ളവർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മാർക്കറ്റിൽ BB ക്രീം അല്ലെങ്കിൽ CC ക്രീം എന്ന് പറഞ്ഞ് കിട്ടും. അത് ലിക്വിഡ് ബേസ്ഡ് ആണ്. അപ്പം അത് യൂസ് ചെയ്താൽ മതി. ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. അതിന്റെ പുറത്ത് ചെറിയ ഒരു പൗഡർ കോട്ടിങ്ങും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം തിളങ്ങി നിൽക്കാം. അപ്പൊ വലിയ മേക്കപ്പും ഇല്ല, അന്ന് അത്യാവശ്യം തിളങ്ങി നിൽക്കാനായിട്ട് BB ക്രീം അല്ലെങ്കിൽ CC ക്രീം യൂസ് ചെയ്താൽ മതി അല്ലേ? അതെ. ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും മാറ്റ് ഫിനിഷ് ഉള്ളത്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യും. പക്ഷേ ഈ മാറ്റിന്റെയും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിന്റെയും മറ്റൊരു പ്രശ്നം വെച്ചാൽ വൈകുന്നേരം ഇത് ഇളക്കി കളയാനായിട്ട് കുറച്ച് ടഫാണ്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ് വാട്ടർ പ്രൂഫ് വരുമ്പോ.
അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാം? നമുക്ക് ഒലിവ് ഓയിൽ നല്ലതായി ഒലിവ് ഓയിൽ യൂസ് ചെയ്തിട്ട് നമുക്കത് മുഖത്തിൻ്റെത് മൊത്തം കളയാനായിട്ട് പറ്റും. പിന്നെ ക്ലെൻസർ യൂസ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ക്ലെൻസിങ്ങും ടോണിങ്ങും നമുക്കൊരു നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഒത്തിരി ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് ഇപ്പൊ ഈ സമയത്ത് കൂടുതലായിട്ട് ഈർപ്പം കൂടുതലായിട്ട് വരുമ്പോഴേ നമുക്കറിയാലോ, നമ്മുടെ വാർഡ്രോബിലൊക്കെ ഉള്ള തുണികളിൽ പോലും അകത്തിരിക്കുന്ന തുണികളിൽ പോലും ചിലപ്പോൾ കരിമ്പേനൊക്കെ അടിച്ചിരിക്കും. അതെ അതെ അതെ. അപ്പൊ ആ ഒരു എഫക്ട് നമ്മുടെ സ്കിന്നിനും കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതും കൂടെ കെയർ ചെയ്യാൻ വേണ്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ എപ്പോഴും ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കണം, ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച്. മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കൊക്കെ നമ്മുടെ പേഴ്സണൽ കെയർ സാധനങ്ങളെല്ലാം മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ബ്രഷും ഒക്കെ നമ്മൾ ഓരോരുത്തരും അവരവരുടേതായിട്ട് തന്നെ യൂസ് ചെയ്യുക, അതെപ്പോഴും ക്ലെൻസ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന്. മഴക്കാലം അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാം, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കോ വേണ്ടതും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ഹൈജീൻ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ദീപ്തി ചേച്ചി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.